നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രമാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് അല്ല, കേരളത്തിലുള്ള ആർക്കും ഞാൻ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ വരാനുണ്ട് അല്ലേ? അപ്പം നമുക്കൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ? ഇഡ്ഡലിയും ദോശയും പൂരിയും ഒക്കെ കിട്ടുന്ന ഒരു ചായക്കടയിലേക്കാണ് ഇന്നത്തെ വൈറൽ പീടികയുടെ യാത്ര. പോയിട്ട് വരാം. ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി കഴിക്കാം. നമ്മുടെ മെയിൻ ഐറ്റം ഇഡ്ഡലിയാണ്. ഇപ്പൊ അല്ല, ഞാൻ ഇപ്പൊ കട തുടങ്ങി ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. അല്ലാതെ 30 കൊല്ലം കൊണ്ട് ഞാൻ വീടുകളിൽ കൊണ്ടാണ് വടകളിട്ട് കൊടുക്കും. ഒരു 3-3:30 മണിക്ക് ഇറങ്ങി ചായ കൊണ്ട് ആൾക്കാർ കൊണ്ട് കൊടുക്കും. ഇപ്പം കൊറോണ ആയതോടുകൂടി ഞാൻ പോകുന്നില്ല. അപ്പം ചെയ്യ ഒരു കട ഇപ്പോൾ ബുദ്ധിമുട്ടായി പോയല്ലേ, അതുകൊണ്ട് ഒരു കട കിട്ടിയാൽ ആൾക്കാർക്ക് ചൂടോടെ കൊടുക്കുകയും ചെയ്യാം. എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പം അതുപോലെ കിട്ടി, അമ്മച്ചി തന്ന് അവനിടയിൽ തന്ന്. ബാക്കി എന്ത് നടക്കണം, അതിന് ചെയ്യാൻ കൊടുക്കുക, ആരോഗ്യം മാത്രം വേണം. അപ്പം നമുക്ക് ഈ ചൂട് വടയും കുറച്ച് ഇഡ്ഡലിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. കഴിക്കാം. കഴിക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലി വന്നു. ഇപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. ഞാൻ തന്നെ എടുക്കട്ടെ? അപ്പൊ പിന്നെ എത്ര എണ്ണം വേണം? എനിക്ക് 2 മതി. കൊള്ളാം, ശരിക്കും കൊള്ളാം. കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. എൻ്റെ കഴിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. പിന്നെ ഇത് തക്കാളി ചമ്മന്തി ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, സാമ്പാറുണ്ട്, വടയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ഇഡ്ഡലി. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം അവസാനം പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതാണ്. നമ്മളിവിടെ വന്ന് നമ്മൾ മാതൃഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൂപ്പൻ ആദ്യം എന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കാണിക്കുന്നത്. ഇത് 2015 മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അതായത് കുറേ വർഷങ്ങളായിട്ട്, ഒരു 60 കൊല്ലമായിട്ട് ഈ അപ്പൂപ്പനാണ് കൊട്ടാരത്തിലേക്കും അതേപോലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദേവിക്ക് ഇടാനുള്ള ബ്ലൗസും എല്ലാം തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 80ാമത്തെ വയസ്സിലും ഇപ്പോഴും ഒരു ആവേശം ഒട്ടും ചോരാതെ ഈ മനുഷ്യൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ്. ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഒരു 40 കൊല്ലത്തിന് പുറത്തായി. വല്യമ്പലം മരിച്ചിട്ട് 33 കൊല്ലമായി. അതിനും 10 കൊല്ലത്തിനും എടുത്തതാണ്. ഇതിനകത്ത് അപ്പൂപ്പനെവിടെ? ഇതാണല്ലേ, ഇത് കാർത്തിത്തമ്പലാണ്. ഇത് ഉത്തരാള വർമ്മ, അശ്വതി തിരുനാള്, കാർത്തിക തിരുനാള്. ഇത് മാർത്താണ്ഡ. അതിന്റെ ഈ പടത്തിൽ ഇന്ന് കുനിയിരിക്കുന്നില്ലേ, മുട്ടായ കുളത്ത് നിൽക്കുന്നില്ലേ, അശ്വതി തിരുനാള്. ഇപ്പോഴും അവിടേക്ക് തയ്ച്ചു കൊടുക്കലുണ്ടോ? ഇന്നും എന്തൊരു ആവശ്യത്തിന് എൻ്റെ പറഞ്ഞയച്ച് തച്ച വാങ്ങിക്കും. ഇവരെ പിന്നെ ആയി. അല്ലാതെ വേറെ പുറത്തുനിന്ന് ഉള്ള ആൾക്കാർ വരലുണ്ടോ? ഇവിടെ പൊതുവെ എല്ലാവർക്കും ഞാൻ തയ്ച്ചു കൊടുക്കണമല്ലോ. പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും കൊടുക്കാറില്ലേ? അമ്മയ്ക്ക് ബ്ലൗസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ മാസം തോറും 10 തയ്ച്ചു കൊടുക്കും. 12 ബ്ലൗസ് വെച്ച് കൊടുക്കും ഒരു മാസം. അമ്മയുടെ ശില്പത്തിന് ഇടാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വൈറൽ പീടികയുടെ വിശേഷങ്ങൾ. ഞങ്ങൾ പോട്ടെ. സന്തോഷമായിട്ട് പോയി വരാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.